അസ്ത്രം പതിച്ചു ശിരസും തുളച്ചു, അസ്ത്രം പതിച്ചു ശിരസും തുളച്ചു, പിഞ്ചിളം പൈതലും പിരിഞ്ഞിടലായി വിട ചൊല്ലലായി. കർബല കേൾക്കാത്തവരായി ആരുമില്ല. കർബലയും കർബല യുദ്ധവും ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാതെ തുന്നിച്ചേർത്തപ്പെട്ട ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദായ ദിവസമാണ് മുഹറം 10. ഇന്ന് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് നടക്കുന്ന ദിവസമാണ്, അഥവാ മുഹറം 10. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ദിവസമാണ് മുഹറം 10. ഞാൻ അതിലേക്കല്ല നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് കർബലയിലേക്കാണ്. വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1000 വർഷങ്ങൾക്ക് മുമ്പ്, മുത്തനബിയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെയും ഉസ്മാൻ റളിയല്ലാഹുവിന്റെയും ഭരണകാലത്തിന് ശേഷം, അലിയാർ തങ്ങളുടെ ഭരണം അവസാനിച്ചതിന് ശേഷം പിന്നെ അധികാരത്തിൽ വന്നത് ഉമവിയ ഭരണകൂടമാണ്. ഉമവിയ ഭരണകൂടത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കാൻ യസീദിന് കഴിഞ്ഞില്ല. അങ്ങനെ മുആവിയയെ പുറത്താക്കി യസീദ് അധികാരത്തിൽ വന്ന ഒരു സമയം. ആ സമയത്താണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ജീവിക്കുന്നത്. നബി തങ്ങളെ ചുറ്റിപ്പറ്റി ജീവിച്ച മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവസാനം കൂഫയിലേക്ക് പോയി. കാരണം യസീദിന്റെ ശല്യം സഹിക്കവയ്യാതെ കൂഫയിലെത്തി പിതാവായ അലിയാർ തങ്ങളെ മഖ്ബറയോട് ചാരി മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ജീവിച്ചു. നബി തങ്ങൾക്ക് 2 പേരക്കുട്ടികളാണുള്ളത്, ഹസനും ഹുസൈനും. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ മുആവിയയുടെ ഭരണകാലത്ത് വധിക്കപ്പെട്ടു. പിന്നെ ഉള്ളത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവാണ്. കൂഫയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് 17 വയസ്സുള്ള ഒരു മകനുണ്ട്, ചെറിയൊരു 3 വയസ്സുള്ള കുട്ടിയുമുണ്ട്. അങ്ങനെ യസീദിന്റെ ദ്രോഹം സഹിക്കവയ്യാതെ യസീദുമായി ഏറ്റുമുട്ടാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നിർബന്ധിതനായി. അങ്ങനെയാണ് മുഹറം 10 കർബലയിലേക്ക് പോകുന്നത്. കർബലയിൽ പോകുന്ന സമയത്ത് വെള്ളത്തിന് വല്ലാതെ ദാഹിക്കുന്നുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ശത്രുക്കളോട് വെള്ളം ചോദിച്ചപ്പോ അവർ വെള്ളം കൊടുത്തില്ല. മാത്രമല്ല, വെള്ളത്തിന് വേണ്ടി കരയുന്ന പിഞ്ചു കുഞ്ഞിന്റെ കഴുത്തിലേക്ക് അമ്പെയ്തുകൊണ്ട് അവർ ആ കുഞ്ഞിനെ വധിച്ചു കളയുകയാണ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു 4000-ഓളം വരുന്ന വലിയ സൈന്യത്തോട് ഏറ്റുമുട്ടുകയാണ്. ഇതാ മുഹറം 10 വന്നെത്തിയിരിക്കുന്നു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മകൻ 17 വയസ്സ് പ്രായമുള്ള മകനും ശത്രുക്കളുമായി ഏറ്റുമുട്ടി. അവസാനം ഒരുപാട് പേരെ കൊല്ലപ്പെട്ട് വധിച്ചതിന് ശേഷം ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹു 2 മക്കളെയും ചേർത്ത് പിടിച്ച് അവിടെ കബറടക്കുകയും ചെയ്തു. പിന്നെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വീണ് പിടഞ്ഞുകൊണ്ട് രക്തസാക്ഷിയാകുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാകുമ്പോ 33 വലിയ മുറിവുകൾ മഹാനവറുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഇന്നും ഷിയാക്കൾ ആ ഒരു അനുസ്മരണം പ്രഖ്യാപിച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായതിൽ അവർ സ്മരിച്ചുകൊണ്ട് അവർ വലിയ വാളുകളും കുന്തങ്ങളും കത്തികളും ഉപയോഗിച്ച് ശരീരത്തിനെ മൂർച്ചയാക്കുന്ന ഒരു സമ്പ്രദായം ഇന്നും ഷിയാക്കൾക്കിടയിലുണ്ട്. നബി തങ്ങളല്ല, അലിയാർ തങ്ങളാണ് ഇവിടെ പ്രവാചകനായി വരേണ്ടതെന്ന പ്രഖ്യാപനമാണ് ഷിയാക്കൾക്കുള്ളത്. ഏതായിരുന്നാലും ഹുസൈൻ റളിയല്ലാഹു അൻഹു മുഹറം 10 അസറിന്റെ സമയത്താണ് ലോകത്തോട് വിട പറഞ്ഞത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നബി തങ്ങൾക്ക് വലിയ പ്രിയമുള്ള ഒരു പേരക്കുട്ടികളായിരുന്നു ഹസനും ഹുസൈനും. ഹസൻ റളിയല്ലാഹു അൻഹു നേരത്തെ വഫാത്തായി, ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദായി. റബ്ബ് അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ആഖിറത്ത് നന്നാക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.